ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സുഹൃത്തെ, നിനക്ക് നല്ല ഒരു പ്രഭാതം. നമ്മളെല്ലാവരും ഈശോയെ അനുഗമിക്കുന്നവരാണല്ലോ. ഈശോയെ അനുഗമിക്കുന്നവർക്ക്, ഈശോയോട് ചേർന്ന് സഞ്ചരിക്കുന്നവർക്ക്, ഒരു ക്രിസ്ത്യാനിക്ക് തീർച്ചയായിട്ടും ഈശോയെ തന്നെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. മറ്റൊന്നിലേക്കുമല്ല നമ്മുടെ ശ്രദ്ധ കൊടുക്കുക. നമ്മുടെ സർവസ്വം എന്ന് പറയുന്നത് ഈശോ തന്നെയാണ്. ഫുള്ളായിട്ട് ഈശോനെ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ജീവിതം, അതാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുക. ഒരിക്കലും ഒരു നിയമജ്ഞൻ ഈശോയുടെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, നീ പോകുന്നിടത്തെല്ലാം നിന്നെ അനുഗമിക്കുവാനായിട്ട് ഞാൻ തയ്യാറാണ്. ഈശോ അദ്ദേഹത്തിന് കൊടുക്കുന്ന മറുപടിയുണ്ട്. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 8-ാം അധ്യായം 20-ാം തിരുവചനം. യേശു പറഞ്ഞു, കുറുനരികൾക്ക് മാളങ്ങളും ആകാശത്തിലെ പറവകൾക്ക് കൂടുകളുമുണ്ട്, എന്നാൽ മനുഷ്യപുത്രന് തല ചായ്ക്കാൻ ഇടമില്ല. പ്രകൃതിയിലേക്ക് നോക്കുമ്പോൾ എല്ലാത്തിനും വേണ്ടത് എല്ലാം സെറ്റാക്കി വെച്ചേക്കാണ്. പക്ഷേ ദൈവപുത്രന് തല ചായ്ക്കുവാൻ ഇടമില്ല. നീ എല്ലാ സെക്യൂരിറ്റിയും എല്ലാം നിറഞ്ഞ് എന്നെ അനുഗമിക്കാനാണെങ്കിൽ നിനക്കത് സാധിക്കുകയില്ല. കാരണം എൻ്റെ ജീവിതം എന്ന് പറയുന്നത് യാതൊരു സെക്യൂരിറ്റിയുമില്ല. അതായത് പിതാവുമായിട്ടുള്ള ഐക്യത്തിലുള്ള ജീവിതമാണ്, ക്രിസ്തുവുമായിട്ടുള്ള ഐക്യത്തിലുള്ള ജീവിതം. സുഹൃത്തെ, അത് നിനക്ക് സാധിക്കട്ടെ. നമുക്കൊരു നിമിഷം ഒന്ന് കണ്ണുകൾ അടയ്ക്കാം, ഒന്ന് കരങ്ങൾ കൂപ്പാം. ഈ പ്രഭാതത്തെ നമുക്ക് പൂർണ്ണമായിട്ടും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഒന്ന് വിട്ടുകൊടുക്കാം. നല്ലവനായ കർത്താവെ, ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന ഈ സുഹൃത്തിനെ സമർപ്പിക്കുകയാണ്. ഇന്നത്തെ ദിവസത്തെ ഏറ്റവും അനുഗ്രഹപ്രദമാക്കിയ ഒരു ദിവസമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ വ്യക്തിയുടെ ഇന്നത്തെ എല്ലാ ഉദ്യമങ്ങളെയും അങ്ങ് കൂടത്തിലായിരുന്നുകൊണ്ട് ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. എല്ലാ പ്രവർത്തനങ്ങളിലും നിന്റെ നിറസാന്നിധ്യം ഉണ്ടാകട്ടെ. എല്ലാ തരത്തിലുള്ള ആപത്തപകടങ്ങളിൽ നിന്നും അസുഖങ്ങളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നെല്ലാം ഈ വ്യക്തിയും കുടുംബവും ചുറ്റുപാടുകളും എല്ലാം സംരക്ഷിക്കപ്പെടട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ജീവനുമെൻ്റെ സർവസ്വ